ഉത്തരം തേടി. ഒറ്റപ്പാലത്തെ അതിസമ്പന്ന തറവാടായ ഭാഗ്യലയത്തിൽ നിന്നും റിട്ടയർഡ് ജഡ്ജ് ഗോവിന്ദ മേനോനും ഭാര്യ ഭാഗ്യലക്ഷ്മിയും എറണാകുളം സിറ്റിയിലേക്ക് മാറി താമസിച്ചത് തന്റെ 3 മക്കളുടെയും പഠനാവശ്യത്തിനു വേണ്ടിയാണ്. മൂത്ത മകൾ ലയ എറണാകുളത്തെ ഒരു കമ്പനിയിൽ എഞ്ചിനീയറായി വർക്ക് ചെയ്യുകയാണ്. രണ്ടാമത്തെ മകൾ ലാവണ്യ ഫൈനൽ ഇയർ MSc സ്റ്റുഡൻ്റാണ്. ഏറ്റവും ഇളയ മകളായ ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ്ങിന് ചേർന്ന് പഠിക്കുകയാണ്. അച്ഛനും അമ്മയും 3 പെൺമക്കളും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ചേർന്ന വളരെ സന്തോഷവും സമാധാനവും നിറഞ്ഞ കുടുംബമായിരുന്നു അവരുടേത്. അവർ എറണാകുളത്തെത്തിയിട്ട് 5 വർഷം കഴിഞ്ഞെങ്കിലും എല്ലാ വർഷത്തെയും പൂത്തിരുവാതിരയ്ക്ക് ഒരു മുടക്കവുമില്ലാതെ 2 ദിവസം മുമ്പേ തന്നെ ഒറ്റപ്പാലത്തെ വീട്ടിലെത്താൻ അവർ ശ്രമിക്കാറുണ്ടായിരുന്നു. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷത്തെ തിരുവാതിരയ്ക്കും എല്ലാവരും അമ്പലത്തിലെത്തി വ്രതം നോറ്റു. ലയയ്ക്കും ലാവണ്യയ്ക്കും അച്ഛനോട് അടുപ്പം ഉണ്ടായിരുന്നെങ്കിലും അച്ഛൻ ഏറെ അടുപ്പം കാണിച്ചിരുന്നത് ലക്ഷ്യയോടാണെന്ന് പറഞ്ഞ് അവരെപ്പോഴും പരിഭവം പറയുമായിരുന്നു. തിരുവാതിര ദിവസം ലക്ഷ്യയ്ക്ക് എക്സാം ആയതിനാൽ മുത്തശ്ശിയെ ലക്ഷ്യയ്ക്ക് കൂട്ടിരുത്തി ബാക്കി എല്ലാവരും അമ്പലത്തിലേക്ക് പോയി. തിരുവാതിരയൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാവരും പുലർച്ചെയാണ് വീട്ടിലേക്ക് മടങ്ങിയത്. വീട്ടിലെത്തിയ അവർ കണ്ട കാഴ്ച മുത്തശ്ശിയും ഇളയ മകൾ ലക്ഷ്യയും നിലത്ത് മരിച്ചു കിടക്കുന്നതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണേ.